വയനാട്ടിൽ ഇത്തവണ അതിജീവനത്തിന്റെ ഓണമാണ്. അത്ര വലിയ പകിട്ടൊന്നും പലയിടങ്ങളിലും കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എപ്പോഴും ഓണാഘോഷം അബൂ സലീമിന്റെ വീട്ടിൽ വളരെ സജീവമായ രീതിയിൽ നടക്കാറുള്ളതാണ്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. ഇത്തവണ അത്ര വലിയ ആഘോഷങ്ങളില്ല അല്ലേ? വലിയ വീട്ടിൽ ആഘോഷം തന്നെ നിർത്തി വെച്ചിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും വലിയൊരു ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചതിന് ശേഷം അതിൻ്റെ ഒരു ഇതെന്നോണം ഓണത്തിനെ മറക്കാൻ പറ്റില്ല. നമുക്ക് ഓണം നമ്മുടെ കൂടെ ഉള്ളത് തന്നെയാണ്, അത് ആഘോഷിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെ എന്നാലും ഒരു അതിജീവനത്തിൻ്റെ ഓണമാണ് ഇപ്രാവശ്യത്തേത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ സാധാരണഗതിയിൽ ഞങ്ങൾ കുടുംബം എല്ലാവരും ഒത്തുകൂടി എല്ലാവരും കുട്ടികളെല്ലാം കളികളും വടംവലി മത്സരം കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരു 2-3 ദിവസം ശരിക്ക് ആഘോഷിക്കുന്ന കൂട്ടത്തിൽ തന്നെയായിരുന്നു. എൻ്റെ വീടിൻ്റെ ബന്ധത്ത് എത്തിച്ചേരും ഞങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വർഷം അത് ചെയ്തിട്ടില്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ ഓണസദ്യയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ രൂപത്തിലുള്ള ഒരു ഓണമാണ് ഈ പ്രാവശ്യത്തേത്. ഏതായാലും ഈ ദുരന്തത്തിൽ നിന്നും വിമുക്തി നേടി അതിൽ നിന്നുള്ള ബാക്കി വന്നിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ അവർക്കും എല്ലാവർക്കും ഓണം ഒരു എന്താ പറയേണ്ടത്, നമ്മൾ അതിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് ദുഃഖമൊക്കെ ആണെങ്കിലും ഓണത്തിൻ്റെ ആ ഒരു ആഘോഷം അതിൽ വരുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ദുഃഖം നമ്മൾ മറ്റുള്ളവരെ ഓർത്തുകൊണ്ടും അവർക്കുള്ള അനുസ്മരണം രേഖപ്പെടുത്തിക്കൊണ്ടും അതോടൊപ്പം തന്നെ ഓണവും ആഘോഷിക്കുക. പിന്നെ ഓണത്തിൻ്റെ വരവേൽക്കാതിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് കേരളീയർക്ക്. അത് വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ വയനാട്ടിൽ ഓണം ഇത്തവണ ഇങ്ങനെയാണ് ആഘോഷിക്കുന്നത്. എല്ലാവരും അവരുടെ കുടുംബം നഷ്ടപ്പെട്ട എല്ലാവർക്കും തന്നെ നമ്മൾ ആ കുടുംബത്തിലെ നഷ്ടപ്പെട്ടവർക്കുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ 24 ചാനലിലെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ് 1980s ഓണാശംസകൾ നേരുന്നു. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. എന്തായാലും ഈ നാട് അതിജീവിക്കണം, ആ ഒരു സ്വപ്നം തന്നെയാണ് വയനാട്ടുകാർ കാണുന്നത്. അതിലേക്ക് ഈ നാട് എത്തട്ടെ. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.